വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രശസ്തമായ തെക്കൻ കുരിശുമല, മലയോര പട്ടണമായ വെള്ളറട. കുരിശുമല എല്ലാ വർഷവും ഈസ്റ്ററിനോടനുബന്ധിച്ച് കുരിശുമലയിലെ കുരിശുമലകയറ്റം വളരെ പ്രശസ്തമാണ്. മലയോര പട്ടണമായ വെള്ളറടയുടെ അഭിമാനം കൂടെയാണ് കുരിശുമലയും കാളിമലയും. കുരിശുമലയിൽ എല്ലാ വർഷവും കാണികളെ അല്ലെങ്കിൽ ആരാധകരെ, വിശ്വാസികളെ ഒക്കെ ഇഷ്ടത്തിലാക്കുന്ന ഒരു വിഭവമാണ് നമ്മൾ ഈ കാണുന്ന തേൻകുഴൽ എന്നറിയപ്പെടുന്ന വണ്ടിപ്പലഹാരത്തിൻ്റെ വിശേഷങ്ങൾ. തേൻകുഴൽ ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ, അരിമാവിൽ നല്ലവണ്ണം എന്താ പറയുക, ഈ ഒരുപാട് മാവല്ല, ഏതാണ്ട് നമ്മൾ പുട്ടിൻ്റെ പരുവത്തിന് നല്ലവണ്ണം ഇത് അരച്ചെടുക്കും. എന്നിട്ട് ചെമ്പിൽ, ഈ കാണുന്ന അടുപ്പിൽ ഇങ്ങനെ വെച്ചിട്ട്, ഈ ചെമ്പെന്ന് പറയും, എന്നാണ് സ്റ്റീൽ ചെമ്പം, അതിൻ്റെ അടിക്കൊരു ഓട്ടയിട്ടിട്ട് അതുവഴിയാണ് ഇതിങ്ങനെ കറക്കി ഇതിങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതിന് ആ വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തിട്ട് അപ്പുറത്തെ ഒരു ചീനച്ചട്ടി ഉണ്ടല്ലോ, ആ ചട്ടിയിൽ തേനിങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. മിക്കവാറും തേനായിരിക്കില്ല, പഞ്ചസാര കലക്കിയ വെള്ളമാണ്. അതിലിങ്ങനെ മുക്കിയെടുത്തിട്ട് ഇത് സ്റ്റൈലായിട്ട് ഇങ്ങനെ കോരി ഇടുമ്പോൾ എന്തായി? തേൻകുഴലായി. ഒരു കാലത്ത് വളരെ പ്രശസ്തം, പണ്ട് കാലങ്ങളിൽ ഇതൊക്കെ വലിയ ഫേമസ് ആയിരുന്നു. വണ്ടിപ്പലഹാരം എന്നാണ് പറയുക. ഇങ്ങനെ വണ്ടിയിലിങ്ങനെ ഇതിങ്ങനെ നല്ല കളർഫുള്ളായിട്ട് ഓരോ ഐറ്റംസ് ഇങ്ങനെ കൊണ്ടുപോകും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഒരുവിധം എല്ലാ ഉത്സവപ്പറമ്പിലും ഇത് ഒരു ഫേവറേറ്റ് ഡിഷായിട്ടുണ്ട്. എന്താണ്? തേൻകുഴലും വണ്ടിപ്പലഹാരവും. അപ്പോൾ ആ കൗതുകമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുരിശുമലയിലെ ഒരു ഫേവറേറ്റ് സ്വീറ്റാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ ഉത്സവപ്പറമ്പുകളിലെ ഒരു പ്രത്യേക വെറൈറ്റി ഐറ്റമാണ് വണ്ടി പലഹാരം. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇത് പണ്ട് കുഞ്ഞിലേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എത്ര വർഷം മുമ്പ്, എനിക്കിപ്പോൾ 50 വയസ്സായി, ഒരു 10 വയസ്സൊക്കെ ആയപ്പോഴേ ഈ സാധനമുണ്ട്. ഈ തമിഴ്നാട്ടിൽ നിന്നാണ് ഇതിങ്ങനെ ഉരുട്ടി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതൊരു തമിഴ് ടച്ചുണ്ട്. ആക്ച്വലി ഈ കുരിശുമലയും വെള്ളറടയും തമിഴ് ബോർഡറിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് കുരിശുമലയിലെ സ്വാദിഷ്ടമായ കാഴ്ചകൾ. തീർന്നില്ല, മറ്റൊരു കാഴ്ചയുമായി അടുത്ത വീഡിയോയിലുണ്ട്. അതുകൊണ്ട് അടുത്ത വീഡിയോ വേഗം കാണൂ. ഇതുവരെ എന്നെ സഹിച്ച നിങ്ങൾക്കൊക്കെ വളരെ നന്ദിയുണ്ട്. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ, മറ്റൊരു വാർത്തയും വിശേഷവുമായി കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും ഷാഹിഫിന്റെ നന്ദി, നമസ്കാരം.